വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം ഞാൻ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. സമയം 10:56 ഇത്ര ലേറ്റായിട്ട് എഴുന്നേൽക്കാറില്ല. 11 മണിയായില്ലേ ഇപ്പം. ഒരു 10 മണീൻ്റെ ഉള്ളിൽ എണീക്കാറുണ്ട്. പക്ഷെ ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. ബ്രഷൊക്കെ ചെയ്ത് തന്നെയാണ്. ഇനി എനിക്കൊരു മെഡിസിൻ കഴിക്കാനുണ്ട്. സോ ഞാനത് കുടിക്കട്ടെ. അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഗുളിക കുടിക്കേണ്ടതാണ്. ഗുളികയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല. ഭക്ഷണം വല്ലതും കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ എനിക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം. ഗുളിക കുടിച്ച് അപ്പം തന്നെ ഭക്ഷണം കഴിക്കാത്തത്. അപ്പം അതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും കടലക്കറിയുമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തു. ഇനി ഞങ്ങൾക്ക് പോയിട്ട് കഴിക്കട്ടെ. ഞാൻ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അർജുനതാ ഭക്ഷണം വാരി കൊടുക്കുകയാണ്. അവന് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു. അപ്പം വാരി കൊടുത്ത് നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. അവനത് കേട്ടിട്ടുള്ള ശരിയാ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ സ്കിൻ കെയർ ചെയ്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പം ഞാനിത് ശാലിനീനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ശാലിനി ഹായ് പറ. ഹായ്. കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും നമുക്ക് വാൾഡ്രോബൊക്കെ അറേഞ്ച് വെക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇവളെ വിളിക്കും. ഇവളാണെങ്കിൽ എന്നെ അങ്ങനെ തന്നെ വിളിക്കും. ഞങ്ങളൊന്നും സംസാരിക്കില്ല, വെറുതെ കോളിൽ അവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യും. മെയിനായിട്ട് കുക്ക് ചെയ്യുന്നവരല്ലേ നമ്മളങ്ങനെ ഇതാക്കല്. കുക്ക് ചെയ്യുന്നേരം ഭയങ്കര, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കുക്ക് ചെയ്യുന്നേരം നമുക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും. അപ്പോൾ ഒരാളും കൂടി അവിടെ വെറുതെ സംസാരിക്കൊന്നും വേണ്ട, വെറുതെ ഫോണിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ഞാൻ ഫേസ് മാസ്ക് ഇടാം. அப்புறம் என்ன பிளான்ஸ், வீக்கெண்ட் பிளான்ஸ் என்ன? இல்ல ഇതൊരു ഉപ്ടൻ ഫേസ് മാസ്ക് ഡി. என்கிட்ட வேற ஃபேஸ் மாஸ்க் எதுவும் இல்லை. சார்கோல் ஃபேஸ் மாஸ்க் இருந்துச்சு. நான் அது செக் பண்ணேன், எங்கே வச்சிருக்குன்னு தெரியல. ஸோ நான் இதை எடுத்து போட்டது நல்லதான். டீடானிங் பெனிஃபிட்ஸ் எல்லாம் கொடுக்கும். ഫേസ് മാസ്ക് ഒക്കെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടൊന്നും നിൽക്കില്ല. അത്യാവശ്യം നല്ലൊരു ഫേസ് മാസ്ക് ആണ്. അപ്പം ഞാനത് ഇത് നമ്മളെ മേക്കപ്പ് റിമൂവിങ് വൈപ്സ് അല്ല, സോറി, പാഡാണ്. ഇത് വെച്ചിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫുൾ വാഷ്റൂം ഫുൾ മഞ്ഞ കളറായി ഭയങ്കര വൃത്തികേടാവും. അമ്മേൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം വഴക്ക് കേൾക്കും. സോ ഇത് വാങ്ങി യൂസ് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഹലോ ഓക്കെ 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 ഓക്കെ. നേരത്തെ ഞാൻ ഫേസ് മാസ്ക് റിമൂവ് ചെയ്യുന്ന ടൈമിൽ ഗസ്റ്റ് വന്നായിരുന്നു. അപ്പം എന്നെ ആ കോലത്തിലാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് റിമൂവ് ചെയ്തതാണ് വാഷ്റൂമിൽ പോയിട്ട്. അപ്പോൾ അവരിപ്പോൾ പോയി. അപ്പോൾ ലഞ്ച് ടൈമായി. പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ ആയിരുന്നില്ലേ, കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വാട്ടർമെലൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് കഴിക്കാമെന്നുള്ളത്. എനിക്ക് വാട്ടർമെലൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഒന്നാമത് ചൂടൊക്കെ ആയതുകൊണ്ട് അപ്പം ഇതാക്കാം ഇന്നത്തെ ലഞ്ച്. നല്ല മധുരമുള്ള വാട്ടർമെലനാണ് കേട്ടോ. ഞാനിനി നെയിൽ പോളിഷ് നെയിൽ പോളിഷ് ഇവിടെ നിന്നൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ജെൽ പോളിഷ് ഇടാറായിരുന്നു. പക്ഷേ ജെൽ പോളിഷ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇടുമ്പോൾ നമ്മളെ നെയിൽസ് ഭയങ്കരമായിട്ട് വൃത്തികേടായി അതിനൊരു ജീവനില്ലാത്ത പോലെയാവും.
അപ്പം ഇതിനിട്ടിട്ടില്ല. എനിക്ക് 2 കയ്യിലും നെയിൽ പോളിഷ് ഇടണം. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ നെയിൽ പോളിഷും കൂടെ ഭക്ഷണത്തിലേക്കാകും പോകും. അതുകൊണ്ട് ഞാൻ ഈ കയ്യിലിട്ടില്ല, ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പം കണ്ടിങ്ങനെ ഇളകി പോയിട്ടുണ്ട്. അപ്പം എനിക്ക് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാനുള്ള മടി കൊണ്ട് ഞാൻ ഇതിൻ്റെ മേലെ തന്നെ ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ബിഗ് ബോസ് ഇരുന്ന് കാണാമായിരുന്നേ. ബിഗ് ബോസ് പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആരാണെന്നുള്ളത്. കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിഷ്ടമുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എനിക്കിഷ്ടമുള്ള 2-3 പേരുണ്ട്. ഒന്ന് എനിക്ക് നോറേനെ ഇഷ്ടമാണ്. നോറ എല്ലാവരും കുറ്റം പറയുക, അവൾ 24 മണിക്കൂറും കരയുക എന്നുള്ള ഒരു ഇതല്ലേ. അവൾ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ചിങ്ങനെ സംസാരിക്കുന്നുണ്ട്, എന്നാലും സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. കാര്യം നമ്മൾക്ക് ഇതിങ്ങനെ പറയണം തോന്നുന്ന പല കാര്യങ്ങളും അവൾ പറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കരയുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അവളിങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നെങ്കിലും പിന്നെ പോയിരുന്ന് കരയും. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ. പെട്ടെന്ന് കരഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്കിഷ്ടം അതിൽ നിന്ന് ഔട്ടായിപ്പോയ അഭിഷേക് ജയദീപ്, അബീനെ എനിക്കിഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ഉള്ള വേറെ അൻസിബേനെ ഇടയ്ക്ക് അൻസിബേനെ സംസാരം കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് ആരാണ് അതിൽ വിന്നറാവുക എന്നുള്ള തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ പറയാട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ബിഗ് ബോസ് ഭയങ്കര ഒരു അഡിക്ഷൻ പോലെയാണ്. എനിക്ക് 24 മണിക്കൂറും ബിഗ് ബോസ് ഇരുന്ന് കാണും. ഞാൻ ലൈവൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, നമ്മളെ ക്യാരക്ടറിൽ തന്നെ ഒരു മാറ്റമൊക്കെ വരുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ ക്യാരക്ടറിൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് വയലൻ്റ് ആയ പോലെയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞൊരു വീക്ക്. അപ്പോൾ അത് എനിക്ക് തന്നെ മനസ്സിലായി എന്തിനാ ഞാനിങ്ങനെ 24 മണിക്കൂർ ഇതിങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചാണ്. ലൈവൊക്കെ കാണുന്നവരിങ്ങനെ അർജു റൂമിലേക്ക് കയറി വരുന്നവർ എന്നോട് പറയും ഞാൻ ബിഗ് ബോസ് വീട്ടിൽ വരുന്ന പോലെയുണ്ട്, ഫുൾ അടി ബഹളം അത് തന്നെയായിരിക്കും. അപ്പം ഇപ്പം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമായി കേട്ടോ ഈ ഒരു കളറ്. ഇതൊരു മണ്ണിൻ്റെ കളറ് പോലെയല്ലേ, നല്ല കളറ്, ഒരു ഓറഞ്ചിഷ് ബ്രൗണ്, നല്ല അടിപൊളി കളറാണ്. അമ്മ സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്നെയാണ്, അമ്മയുടെ ഉടായിപ്പ് സാൻഡ്വിച്ച്. ഇതെൻ്റെ മെയ് 4th ടു ഡു ലിസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മെയ് 5th ആണ്. അപ്പോൾ ഇന്നാണ് നമ്മളിത് ടിക്ക് ചെയ്യാൻ പോകുന്നത്. യൂട്യൂബ് ബ്ലോഗ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ തന്നെയാണ്. ഫേസ് മാസ്ക് ഇട്ടു, ലിപ്പ് മാസ്ക് ഇടാനുണ്ട്. പിന്നെ കുക്ക് സംതിങ്. ഇന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നും കുക്ക് ചെയ്തില്ലല്ലോ. ഞാൻ വാട്ടർമെലൺ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം നമുക്കത് നോക്കാം. പിന്നെ ഷുഗർ കട്ട്, ഇതുവരെ മധുരമൊന്നും കഴിച്ചിട്ടില്ല. ഓക്കെ, ഇനി ഓർഗനൈസ് ജ്വല്ലറി. അപ്പോൾ ജ്വല്ലറി ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നുള്ളത്. ഫുൾ മെസ്റ്റായിട്ട് ഇരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഞാൻ വെക്കും കേട്ടോ. അപ്പോൾ പ്രോപ്പറായിട്ടൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ മാക്സിമം ചെറുതായിട്ടെങ്കിലും ഒന്ന് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിക്കൊന്ന് സെറ്റാക്കി വെക്കണം എന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ, ഞാൻ ഇങ്ങനെ ഒരു ബോക്സിലേക്ക് ഞാനിതാ ബാങ്കിൾസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് വെച്ചു. ഇതിൽ കുറേ കുപ്പി വളയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേയൊക്കെ ചീത്തയായി പോയിട്ടുണ്ട്. കണ്ടോ, കമ്മലൊക്കെ ആകെ വളഞ്ഞു പോയി. ഒരു തരത്തിലുള്ളൊരു നല്ലൊരു ഹൂപ്സാണിത്. പക്ഷെ കണ്ടോ ഇതിൻ്റെ അവസ്ഥ നോക്കൂ. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം ബാക്കി പരിപാടികളിലേക്ക് കിടക്കട്ടെ. ഞാൻ കളറ് പോയ കുറേ മാലകളൊക്കെ ഉണ്ട് ഗൈസ്. ഇത് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്തതിനെ കൊണ്ടാണ്, അവിടെ ഇവിടെയൊക്കെ വലിച്ചിട്ടത് കൊണ്ടാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോപ്പറായിട്ടില്ല, കാരണം പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാനുള്ള സ്റ്റോറേജ് സംഭവങ്ങളൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് ബോക്സസിൽ ഞാൻ എല്ലാം ആക്കിയിട്ടുണ്ട്. ഇതിൽ ഫുള്ള് ബാങ്കിൾസ് ആക്കി, ഇതിൽ ഫുൾ മാലയും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ, ഇതിൽ ചെറിയ ചെറിയ ഹൂപ്സ് സ്റ്റഡ്സൊക്കെ, പിന്നെ ഇതിൽ കുറച്ച് മാലകളും, ഇതിലും അതേപോലെ തന്നെ കമ്മലുകളാണ്. ഞാനിതാ ഇവിടെ ഇങ്ങനെ കുറച്ചൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് ഇവിടെ വെച്ചില്ല. അപ്പം അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാണ്. ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഇങ്ങനെ ഇവിടെ മര്യാദയ്ക്ക് അടുക്കി പെറുക്കി വെച്ചതാണ്. ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആവണം. ഹെയർ വാഷ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഇന്നലെ ആയിരുന്നു വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മേലൊക്കെ ഒന്ന് കുളിച്ചിട്ട് പെട്ടെന്ന് വരാം.
ഞാൻ കുളിച്ച് ഫ്രഷായി ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ് സ്കിൻ കെയറിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ആക്ച്വലി സ്കിൻ കെയറേ ചെയ്തിട്ടില്ല. മോർണിംഗ് സ്കിൻ കെയർ സ്കിപ്പ് ചെയ്തില്ല. ജസ്റ്റ് ഒരു ഫേസ് മാസ്ക് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഫേസ് പാട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലോത്ത് എടുക്കാറുണ്ട്. അപ്പം എന്താ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ പ്രൊഡക്ട്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആമസോണിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇതൊക്കെ ആമസോണിൽ അതുപോലെ തന്നെ സമ്മർ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നു എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.